അങ്ങനെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളം സീസണിന്റെ സെറ്റ് നമ്മളുടെ കൊച്ചിയിൽ വരികയാണ്. അതായത് കേരളത്തിന്റെ മണ്ണിലേക്ക് വരികയാണ്. ഇതിനു മുമ്പുള്ള സീസണുകളിലെല്ലാം ബിഗ് ബോസ് നടന്നിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഷൂട്ട് നടന്നിരുന്നത് മദ്രാസിലോ അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ബോംബെ അല്ലെങ്കിൽ ഈ വക സ്ഥലങ്ങളിലാണ് ഫുള്ള് പരിപാടികൾ നടന്നിരുന്നതെങ്കിൽ ഇപ്രാവശ്യം വളരെ പുതുമകളോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് മലയാളം 8 വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ ആദ്യ പടി എന്നോണം ഒരു അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റാണ് വരുന്നത്. കുറേയധികം കോമണേഴ്സിന് ചാൻസ് കിട്ടാവുന്നതും അങ്ങനെ രക്ഷപ്പെടാവുന്നതുമായിട്ടുള്ള ഒരു സെഗ്മെന്റ്. അപ്പൊ ആ കോമണേഴ്സിന്റെ ടെസ്റ്റ് ആയിട്ടുള്ള അഗ്നി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ സെറ്റ് വരുന്നത്. ഇപ്പൊ അഗ്നി പരീക്ഷ നടക്കുന്നത് കൊച്ചിയിലായിരിക്കും. അവിടെ നിന്നുള്ള സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേയാണ് മെയിൻ ആയിട്ടുള്ള ബിഗ് ബോസ് ഷോ നടക്കുന്ന സെറ്റിലേക്ക് ഇവർ പോവുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ആദ്യ ഒരു പടി എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു ബിഗ് ബോസ് സെറ്റ് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനിയിപ്പോ ഫ്യൂച്ചർ എപ്പിസോഡുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ സീസണുകൾ മലയാളത്തിന്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു സെറ്റ് ഇട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചനയിലേക്ക് വേണമെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റ് വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാസത്തോടു കൂടി തന്നെ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. ഈ അഗ്നിപരീക്ഷ ഇനി എങ്ങനെയാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത്? ഡെയിലി എപ്പിസോഡ്സ് ആയിട്ടാണോ അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡുകളായിട്ടാണോ കാണിക്കാൻ പോകുന്നതൊന്നും അതിന്റെ ഒരു കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ഇനി പ്രേക്ഷകരുടെ വോട്ടിംഗ് അനുസരിച്ചാണോ സെലക്ഷൻ നടക്കാൻ പോകുന്നത്? അതല്ല ഇനി ജഡ്ജസ് പാനലിന്റെ അഭിപ്രായം അനുസരിച്ചാണോ ഒരു ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൺഫർമേഷൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ഈ കോമണേഴ്സിനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എക്സ്പോസ് ചെയ്യുമെന്ന്. കാരണം അങ്ങനെ ഒരു എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഗെയിം പ്ലാനെ തന്നെ അത് ബാധിക്കും. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആണെങ്കിലും മറ്റ് ഏരിയയിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇത് കണ്ട് ഈസി ആയിട്ട് അവർക്കെതിരെ ഗെയിം കളിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസ് ഇവരെ എക്സ്പോസ് ചെയ്യുക. എക്സ്പോസ് മീൻസ് ഒരു 24/7 ഒരു ടെലികാസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ചില ഫസ്റ്റ് ബിഗ് ബോസ് വന്ന സമയത്ത് നമുക്കറിയാം ഡെയിലി ഒരു ചെറിയ ഒരു എപ്പിസോഡായിട്ടാണ് കാണിച്ചിരുന്നത്. ആ രീതിയിലുള്ള ഒരു എപ്പിസോഡായിട്ടായിരിക്കും ഈ അഗ്നി പരീക്ഷ എപ്പിസോഡുകൾ വരാൻ പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഫിനാലെ അല്ലെങ്കിൽ ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് പോലും ചിലപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അത് ഒരു ബിഗ് ബോസിന്റെ മെയിൻ എപ്പിസോഡ് ഇപ്പോൾ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്നതെന്ന് ചിലപ്പോൾ ലാലേട്ടനായിരിക്കാം അനൗൺസ് ചെയ്യുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു നല്ല ഒരു ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിന്റെ മണ്ണിലും അങ്ങനെ ഒരു ബിഗ് ബോസ് സെറ്റ് അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു ബിഗ് ബോസ് സെറ്റ് വന്നിരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കും. അടുത്തൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്താം. താങ്ക് യു.